സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ KSIDCക്ക് കരിമണൽ കമ്പനിയായ CMRൽ ഓഹരി പങ്കാളിത്തം കൂടുതൽ വിവാദത്തിലേക്ക്. CMRൽ കമ്പനിയും മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടിൽ മുഖ്യമന്ത്രിക്കും പങ്കുണ്ടെന്ന സൂചനയാണ് കേന്ദ്ര ഏജൻസിയായ ROCയുടെ റിപ്പോർട്ടിലുള്ളത്. CMRനെ പരോക്ഷമായി സഹായിക്കുന്നതിന് മുഖ്യമന്ത്രിയാണെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. വിവരങ്ങളുമായി MK വിനോദ് ചേരുകയാണ്. വിനോദ്, കേന്ദ്ര ഏജൻസിയായ ROCയുടെ ഈ റിപ്പോർട്ട് കൂടുതൽ പ്രതിരോധത്തിലാക്കി കഴിഞ്ഞു മുഖ്യമന്ത്രിയെ, മകളെ, ഇടതുപക്ഷ സർക്കാരിനെ, ഒപ്പം ഇടതുപക്ഷത്തെ ഒന്നാകെ. ഈ ഒരു ഘട്ടത്തിൽ കൂടുതൽ പ്രതിരോധത്തിലാവുക തന്നെയാണോ സംസ്ഥാന സർക്കാർ ചെയ്തിരിക്കുന്നത്? തീർച്ചയായും കെ പി സുരേഷ്, നമുക്കറിയാം സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനമാണ് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന് പറയുന്ന സ്ഥാപനം. വ്യവസായ വകുപ്പിന് കീഴിലാണ്. അതുകൊണ്ടാണ് ഇന്ന് വ്യവസായ മന്ത്രി തന്നെ പ്രതിരോധവുമായി രംഗത്ത് വന്നത്. അദ്ദേഹം പറയുന്നത് KSIDC വിവിധ കമ്പനികളുമായി ഓഹരി പങ്കാളിത്തമുണ്ട്. അതിലൊരു കമ്പനി മാത്രമാണ് CMRL. അത് 91-95 കാലഘട്ടത്തിലാണ് ഈ ഇടപാട് നടത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഓഹരി പങ്കാളിത്തം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട്, ഈ കമ്പനിയുമായി മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട് എന്ന് പറയുന്നതിൽ ഒരു കാര്യവുമില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഈ CMRലുമായി മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി എക്സാലോജിക്ക് നടത്തിയ ഇടപാടുകളെ സംബന്ധിച്ച അന്വേഷണം ROC നടത്തുമ്പോഴാണ് അവർ പറയുന്നത് ഈ കമ്പനിയുമായി മുഖ്യമന്ത്രിക്ക് ബന്ധമുണ്ട് എന്നുള്ള കാര്യം സൂചിപ്പിക്കുന്നത്. അത് കൃത്യമായി നമുക്കറിയാം. മുഖ്യമന്ത്രി, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് കൂടി അധികാരമുള്ള വ്യവസായ വകുപ്പിന് കീഴിൽ വരുന്ന ഒരു സ്ഥാപനം KSIDC ഓഹരി പങ്കാളിത്തം നടത്തിയിട്ടുള്ളത് CMRലുമായിട്ടാണ്. സ്വാഭാവികമായും മുഖ്യമന്ത്രിക്ക് CMRലുമായി ബന്ധമുണ്ട്. അങ്ങനെ മുഖ്യമന്ത്രിക്ക് ബന്ധമുള്ള ഒരു കരിമണൽ കമ്പനിയുമായിട്ടാണ് അതേ മുഖ്യമന്ത്രിയുടെ മകൾ ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടത്തിയിട്ടുള്ളത്. സാമ്പത്തികമായി മാസപ്പടി അടക്കമുള്ള ഇടപാടുകൾ നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം ROC രേഖപ്പെടുത്തി. വിനോദ്, ഇവിടെ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള അഴിമതി നടന്നിരിക്കുന്നത്. എക്സാലോജി കമ്പനിയുടെ ഈ ക്രമവിരുദ്ധമായ ഇടപെടലുകൾ നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യം തന്നെയാണ് ROCയുടെ റിപ്പോർട്ടിലൂടെ വ്യക്തമാകുന്നത്. പക്ഷേ ഈ മുഖ്യമന്ത്രി കുറ്റം ചെയ്തു, മുഖ്യമന്ത്രി ആരോപണ വിധേയനായിട്ടുകൂടി മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് പാർട്ടി ഒന്നാകെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് വ്യവസായ മന്ത്രി P രാജീവിൻ്റെ ന്യായീകരണ ശ്രമങ്ങളെല്ലാം വിശദീകരിക്കാനുള്ള നീക്കമടക്കം അത് തന്നെയാണോ വ്യക്തമാക്കുന്നത്? പലപ്പോഴും ഒരു ഏകാധിപത്യം CPMനുള്ളിലും സർക്കാരിനുള്ളിലും പിണറായി വിജയനുണ്ട്. ആ ഏകാധിപത്യ രീതിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. കുറ്റം ചെയ്താലും ഈ തരത്തിലായി കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് സംരക്ഷണ കവചമൊരുക്കാൻ മന്ത്രിമാരും പരിവാരങ്ങളും ഉണ്ടാകും എന്നതിന്റെ ഒരു സൂചന തന്നെയാണ് ഇതല്ലേ? ഇത് പരസ്പര സഹായ സംഘമാണല്ലോ KP. നമ്മളിത് മനസ്സിലാക്കേണ്ടത്. P രാജീവും മറ്റൊരു അന്വേഷണത്തെ നേരിടുകയാണ്. നമുക്കറിയാം കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട P രാജീവിന്റെ പേര് പുറത്തു വന്നിട്ടുണ്ട്. P രാജീവിനും ആ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധമുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ പുറത്തു വരുന്നു. പ്രത്യേകിച്ചും അവിടെ ലോൺ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് P രാജീവ് ഇടപെട്ടിട്ടുള്ള കാര്യം പുറത്തു വരുന്നു. അന്ന് പാർട്ടി സെക്രട്ടറിയും അതേപോലെ തന്നെ LDF കൺവീനറും ഒക്കെ പറഞ്ഞത് ലോൺ നൽകാൻ വേണ്ടി ഒരു ബാങ്കിനോട് ആവശ്യപ്പെടുന്ന അത്ര വലിയ കുറ്റമാണോ എന്നൊക്കെയാണ് EP ജയരാജൻ ചോദിച്ചത്. സ്വാഭാവികമായും ഈ P രാജീവിനെ സംരക്ഷിക്കാൻ പാർട്ടി മുന്നോട്ട് വരുന്നു. മുഖ്യമന്ത്രിക്കെതിരെ ഒരു പരാമർശം വരുമ്പോൾ അതിനെ സംരക്ഷിക്കാൻ P രാജീവ് വരുന്നു. ഇതെല്ലാം ഒരു പരസ്പര സഹായ സംഘമായി. CPMലെ എല്ലാ നേതാക്കൾക്കും വിവിധ ഇടപാടുകളിൽ പങ്ക്. ഇതിനൊക്കെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വരുമ്പോൾ ഇവർ ഭയപ്പെടുന്നു എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. ഇന്ന് ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സെക്രട്ടേറിയറ്റും പ്രധാനമായും ചർച്ച ചെയ്യുന്നത് കേന്ദ്ര ഏജൻസികളുടെ ഇത്തരത്തിലുള്ള അന്വേഷണത്തെ എങ്ങനെ മറികടക്കാം, അതിനെ എങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. തെരഞ്ഞെടുപ്പ് വരുന്നു. കരുവന്നൂർ ബാങ്ക്, അതേപോലെ തന്നെ ഈ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി, ഇതിനൊക്കെ എതിരെയുള്ള അന്വേഷണത്തെയൊക്കെ എങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. ഇതെല്ലാം BJPയുടെ രാഷ്ട്രീയപരമായ നീക്കങ്ങളാണ് എന്ന ഒരു വരി മറുപടി കൊണ്ടൊന്നും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനാവില്ല. എന്തായാലും കൃത്യമായ അഴിമതി നടന്നിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച തെളിവുകൾ ROC അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ ശേഖരിക്കുന്നു. ഉന്നതതല അന്വേഷണത്തിന് ശുപാർശ ചെയ്യുന്നു. അതുകൊണ്ട് മുഖ്യമന്ത്രി, മകൾ, P രാജീവ്, CPMന്റെ മറ്റ് നേതാക്കൾ, ഇപ്പോൾ ഇതാ തോമസ് ഐസക്കിനും ഇപ്പോൾ ഈ പറഞ്ഞ മസാല ബോണ്ടിൽ നോട്ടീസ് നൽകിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം CPM പൊതുവെ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാന രാഷ്ട്രീയത്തിലുള്ളത്. അതിന്റെ ഭാഗമായി എല്ലാ നേതാക്കളും പരസ്പരം സഹായിക്കുന്ന വിധത്തിൽ പ്രസ്താവനകളും നിലപാടുകളും സ്വീകരിക്കുന്നു. തന്നെയാണ് വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയമായി ഇതിനെ പ്രതിരോധിക്കാനുള്ള, മുഖ്യമന്ത്രിക്ക് കവചമൊരുക്കാനുള്ള നീക്കം തന്നെയാണ് ഇടതുപക്ഷ നേതാക്കളുടെ ഭാഗത്തു നിന്നും മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.